കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, ജീവിച്ചിരുന്നതിനെ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരണം കാണുകയില്ല. ഈ ലോകത്തിൽ ദൈവം തന്നെ ഏൽപ്പിച്ചതായിട്ട് ചുമതലകൾ ഇത്രത്തോളം വിശ്വസ്തയോടെ നിറവേറ്റി ദൈവസ്ഥലത്തെ വിളിച്ചു ചേർക്കപ്പെട്ട പ്രിയപ്പെട്ട തിരുവച്ചൻ്റെ ഏറ്റവും അനുഗ്രഹീതവും ധന്യവും മാതൃകാപരമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആയുസിൻ്റെ ധന്യത എന്ന് പറയുന്നത് അതെങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ലൈഫ് ഈസ് കൗണ്ടഡ് നോട്ട് ബൈ ഇറ്റ്സ് ഡ്യൂറേഷൻ ബട്ട് ബൈ ഇറ്റ്സ് ഡൊനേഷൻ. ആയുസിൻ്റെ ദൈർഘ്യമല്ല, പിന്നെയോ ആയുസ് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ട അച്ഛനെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയതായിട്ടുള്ള ആയുസ് എന്നൊരു സഭയിലൂടെ കർത്താവിന് വയൽപ്രദേശത്തെ വൈദിക വൃത്തിയിൽ ദീർഘവർഷങ്ങളായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഒരു അനുഗ്രഹീത പട്ടക്കാരൻ എന്ന് പറയാൻ ബഹുമാനപ്പെട്ട അച്ഛനെ സംബന്ധിച്ചിടത്തോളം സഭ പ്രിയപ്പെട്ട അച്ഛനെ എവിടെയെല്ലാം നിയോഗിച്ചു അവിടെ ഏറ്റവും കുടുംബമായി പാർത്ത് ഏറ്റവും ധന്യ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർത്തുവാൻ ദൈവം കൃപ ചെയ്തു. പട്ടത്ത ശുശ്രൂഷയിൽ ആയിരുന്ന കാലയളവിൽ വളരെ വ്യക്തിപരമായി അടുത്തറിയുവാനും ബന്ധപ്പെടുവാനും ഒക്കെ ഇടയായത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. വളരെ സംതൃപ്തിയോടുകൂടെ ദൈവം തന്നെ ഏൽപ്പിച്ച ചുമതലകൾ അവസാനം നിർവഹിച്ച ഒരു പ്രധാനപ്പെട്ട പുരോഹിതനാകുന്നു പ്രിയപ്പെട്ട അച്ഛൻ. വ്യത്യസ്തങ്ങളായിട്ട് അനുഭവങ്ങൾ കൂടിയൊക്കെ കടന്നുപോയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ട് ഇടങ്ങളിൽ സഭ ശുശ്രൂഷിക്കാൻ അയച്ചിട്ടുണ്ട്. എവിടെയായിരുന്നാലും തികഞ്ഞ സംതൃപ്തി പ്രിയപ്പെട്ട അച്ഛൻ്റെ മുഖത്ത് ഇന്നും എഴുതിച്ച് കാണുവാനായിട്ട് കഴിയുമായിരുന്നു. വളരെ പ്രസാദ മുഖത്തോടുകൂടി ഈ ഒരു ശുശ്രൂഷ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിനുള്ള സംതൃപ്തി എപ്പോഴും അച്ഛൻ്റെ വാക്കുകളിലും അച്ഛൻ്റെ മുഖത്തും നമുക്ക് പ്രകടമാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം തനിക്ക് നൽകിയതായിട്ട് ശുശ്രൂഷ, ആ ശുശ്രൂഷയെക്കുറിച്ചുള്ള വലിയ മതിപ്പ് ഇവിടെ അച്ഛനുണ്ടായിരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നല്ല ബന്ധങ്ങളുടെ ഒരു സൂക്ഷിപ്പുകാരനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. കൃത്യമായ ബന്ധങ്ങൾ, പ്രായ വ്യത്യാസമന്യേ യാതൊരു മറയും കൂടാതെ മറ്റുള്ളവരോട് ഇടപെടുവാൻ, വളരെ സുതാര്യത തൻ്റെ ബന്ധങ്ങളിൽ നിലനിർത്തുവാൻ പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചു എന്നുള്ളത് നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. എല്ലാവരോടും ഒരുപോലെ ഇടപെടുവാനും ഒരു നിഷ്കളങ്ക ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാൻ, കാപട്യമില്ലാത്തൊരു ഹൃദയം, അല്പം പോലും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അല്പം പോലും സൂത്രമില്ലാത്ത ഒരു ഹൃദയം, വളരെ നിഷ്കളങ്കതയോടുകൂടി തൻ്റെ ശുശ്രൂഷ മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ സഭ ഏൽപ്പിച്ചതാണ് ശുശ്രൂഷയുടെ അനുഷ്ഠാനങ്ങളിൽ, പാരിഷ് മിനിസ്ട്രിയിൽ ഒക്കെ നിഷ്കളങ്കതയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ സാധിച്ചു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അച്ഛനുമായി ഒരുമിച്ച് വാർത്ത പറയണമെങ്കിൽ ശുശ്രൂഷയിലെ അച്ഛന്മാർ റിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഒരിക്കലും ഓർക്കുന്നു, ഞാൻ കേരളത്തിന് പുറത്തൊന്നും പോയിട്ടില്ല, എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനന്ന് ചെന്നൈ കൽക്കട്ട ഭദ്രാസനത്തിലിരിക്കുകയാണ്. അന്നൊരു അവസരം വന്നപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന് ബാംഗ്ലൂർ ഈസ്റ്റ് മാർത്തോമായിട്ട് ഒരു വികാരിയായി നിയമിക്കപ്പെട്ടത് ഓർക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി, വളരെ സംതൃപ്തിയോടുകൂടി, എന്നാൽ നല്ല ഒരിടയിൽ ശുശ്രൂഷ ആ പട്ടണത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ നിവർത്തിച്ചത് നേരിൽ കണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ആ നാളുകൾ പലപ്പോഴും ഞാൻ ചെന്നൈയിൽ വരുമ്പോൾ ഈസ്റ്റ് പാഴ്സനേജിൽ താമസിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. ബന്ധുസുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അവിടെ പോയി അച്ഛനോടൊത്ത് പാർക്കുക എന്ന് പറയുന്നത് വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. അത് ബന്ധങ്ങളുടെ ഒരു ഊഷ്മളതയാണ്. അതിലൂടെയൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം മലബാർ ഭദ്രാസനത്തിലേക്ക് വന്നപ്പോൾ കോഴിക്കോട് മാർത്തോമാ ഇടവയുടെ വികാരിയായി ബഹുമാനപ്പെട്ട അച്ഛൻ ശുശ്രൂഷ ചെയ്ത കാലവും ഞാൻ ഓർക്കുന്നത്. രണ്ട് വ്യത്യസ്തങ്ങളായ ഇടങ്ങളാണ്. ഒന്ന് ബാംഗ്ലൂർ സിറ്റിയിലുള്ള ഒരിടവക, മറ്റൊന്ന് കോഴിക്കോട് മലബാർ മേഖലയിലുള്ള രണ്ടിടവക.
എന്നാൽ 2 ഇടകൊണ്ട് ഒരുപോലെ ഇടയ ശുശ്രൂഷ ഏറ്റവും വിശ്വസ്തയോടെ നിർവഹിക്കാൻ, പ്രാപ്തിയോടെ നിർവഹിക്കാൻ പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചു. യഥാർത്ഥ ദൈവത്തെ സ്തുതിക്കുകയാണ്. അച്ഛൻ്റെ ശുശ്രൂഷ ബഹുമാനപ്പെട്ട വശമായി എന്നും നല്ല ഒരു കൈത്താങ്ങലായിരുന്നത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. അച്ഛൻ്റെ നല്ല നർമ്മബോധം നമ്മളെല്ലാവരും ഒക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. എല്ലാം പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു നല്ല പുച്ഛരിയുണ്ട്, അതിൻ്റെ പിന്നിലുള്ള നല്ലൊരു നർമ്മമുണ്ട്. ആ വിധത്തിൽ ആളുകളോട് ഇടപെടുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ സാധിച്ചു. അത് സന്തോഷത്തോടെ എൻ്റെ ഓർക്കുന്നു. സഭയെയും കർത്താവിനെയും മറ്റുള്ളവരെയും ഒരുപോലെ സ്നേഹിച്ച ഒരു പത്രക്കാരൻ. അച്ഛൻ അനുഗ്രഹീതമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. താൻ സ്നേഹിച്ച കർത്താവിനെ, താൻ സ്നേഹിച്ച സഭയെയും മക്കളിലേക്ക് പകർന്നു കൊടുക്കുവാനും പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചു. അത് ഏറ്റവും അനുഗ്രഹകരമാണ്. തലമുറകളിലേക്ക് എന്ത് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നു, അങ്ങനെയാണ് ജീവിതം അളക്കപ്പെടുന്നത്. തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള സംതൃപ്തി മക്കൾ അനുഭവിച്ചറിഞ്ഞു. അവരും പോയി പാർക്കുന്ന ഇടങ്ങളിലൊക്കെ സഭയോട് കർത്താവിനോട് ബന്ധത്തിലായിരിക്കാൻ ഒരു കൃപ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശുശ്രൂഷയിൽ എപ്പോഴും ഈ നാളുകളിലൊക്കെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാമായിരുന്നല്ലോ. എന്നാൽ ആ അസ്വസ്ഥതകളുടെയൊക്കെ മധ്യത്തിലും പ്രിയപ്പെട്ട അച്ഛൻ വളരെ സംതൃപ്തിയോടുകൂടി ആയിരുന്നതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാസസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹീതമായിട്ട് ശുശ്രൂഷ കഴിഞ്ഞ കാലങ്ങളിലെ പ്രിയപ്പെട്ട അച്ഛൻ നിർവഹിച്ച സന്തോഷത്തോടെ ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരണം കാണുകയില്ല. മരണം കാണാത്ത ഒരു ജീവിതത്തിലേക്ക് പ്രിയപ്പെട്ട അച്ഛൻ പ്രവേശിച്ചിട്ടുണ്ടല്ലോ. വചനഘോഷണത്തിലൂടെ, ഉദാശയുടെ അനുഷ്ഠാനത്തിലൂടെ ധാരാളം ആളുകളെ ക്രിസ്തുവേശ്വരന്റെ ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചു. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രത്യാശയോടെ ദൈവസ്ഥാനത്തിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നല്ലോ. ഏറ്റവും നേരത്തെ പ്രത്യാശയോടെ പ്രിയപ്പെട്ട അച്ഛനെ യാത്ര ചെയ്യപ്പാൻ പ്രിയപ്പെട്ട കൊച്ചിനേക്കും കുടുംബാംഗങ്ങളും നമുക്ക് എല്ലാവർക്കും ദൈവം വിളിച്ചേട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മാറാത്ത സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നീ ഇപ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളിയിട്ടുണ്ടല്ലോ. ദൈവത്തിൻ്റെ കരുണയ്ക്കായി, സ്നേഹത്തിനായി, പരിപാലനത്തിനായിട്ട് സ്തോത്രം. ഏഴുകളായി ഞങ്ങളെ വിവിധ രീതിയിൽ ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു വേർതിരിച്ചു. ഞങ്ങളുടെ സഭയ്ക്കായി, സഭയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ സഭയിൽ ദീർഘവർഷങ്ങൾ നിന്റെ മുഖത്ത് ശുശ്രൂഷ നിർവഹിച്ച് എന്നെ ഏൽപ്പിച്ച ജോലികളിലെല്ലാം വിശ്വസ്തനായിരുന്ന് ഞങ്ങൾക്കെല്ലാം സ്നേഹം പകർന്ന് ഞങ്ങളെല്ലാം സന്തോഷിപ്പിച്ച് നല്ല കൂട്ടായ്മ തന്ന നിൻ്റെ പ്രിയ മകനെ നിനക്കിഷ്ടമായപ്പോൾ നിൻ്റെ സന്നിധിയിലേക്ക് നീ വിളിച്ചു ചേർത്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ, ആയുസിൻ്റെ ദൈർഘ്യമല്ല, അതെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആയുസിൻ്റെ അർത്ഥമിരിക്കുന്നത്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദീർഘവർഷങ്ങൾ നിന്റെ ദാസൻ അനേക ഇടവുകളിൽ, അനേക സ്ഥാപനങ്ങളിൽ ആത്മാർത്ഥമായി ശുശ്രൂഷ നിർവഹിച്ച് നിന്റെ നാമം മഹത്വപ്പെടുത്തുവാനൊക്കെ ഇടയാക്കി. നിന്റെ ദാസൻ്റെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾക്ക് ലഭിച്ച സ്നേഹ ഇടപെടലിനായി, നല്ല മാതൃകകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നിന്നുള്ള പ്രത്യാശ വെച്ച് ജീവിച്ച നിന്റെ ദാസൻ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. നീ അവനെ നിന്റെ സന്നിധി ചേർത്തിരിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അത് ഭാഗ്യകരമാണ്, ലാഭകരമാണ്. ഈ തിന്മ നിറഞ്ഞ സമൂഹത്തിൽ നിന്ന്, വേദനയും രോഗവും ദുഃഖമുള്ള സമൂഹത്തിൽ നിന്ന്, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത ദൈവസന്നിധിയിലേക്ക് മകനെ ചേർത്തിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ നമ്മുടെ സ്ഥലം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്, വിടവുണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് താനെ അതിനെ കർത്താവെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ അത് വിടവ് നികത്തുവാൻ കഴിവുള്ള കർത്താവ് ജീവിക്കുന്നതോർത്ത് ഞങ്ങൾ ജീവിക്കുന്നു. അച്ഛനയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങളെല്ലാവർക്കും വേണ്ടി, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, കൂട്ടായ്മയപ്പെട്ടവർ, അച്ഛൻ്റെ ശുശ്രൂഷ അനുഭവിച്ചവർ, ഞങ്ങളുടെ സഭ കർത്താവെ നിന്റെ പ്രത്യാശ വച്ചിരിക്കുന്നു. നിന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചത് നിന്നിൽ വിശ്വസിച്ച് ഒരു നാളും മരിക്കുകയില്ലല്ലോ. നിന്റെ ദാസൻ അവസാനിച്ചിട്ടില്ല. താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ജീവിക്കുന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തിൽ കയറിയിറങ്ങുന്ന ആരും നിരാശയോടെ പോകുന്നതിനിടയാകില്ല. എൻ്റെ ദാസൻ കാട്ടിത്തന്ന ആ മാതൃക, പ്രത്യാശ എല്ലാവരും മുറുകെ പിടിക്കുവാനും ഇനി കാണാം, തേജസ്സിൽ കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി നിന്റെ മകനോട് അന്തിമമായ യാത്ര പറയുവാൻ ഇടയാകണം. ഈ രാത്രി ഉണർന്നിരിക്കുന്ന ആളുകൾക്ക്
അതിന് പാടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദൈവവചനം ധ്യാനിക്കുന്നതിനും ഒക്കെ ഉള്ള കഴിവ് കൊടുക്കണം, ഉണർന്നിരിക്കാനുള്ള ബലം കൊടുക്കണം. കർത്താവെ, നാളെ തക്ക സമയത്ത് ശുശ്രൂഷ അതിൽ നിർവഹിച്ച് ദാസൻ്റെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നവരെയും കരുണ കൂടെ ഇരിക്കണം. തുടർന്ന് ഞങ്ങളെയും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെയും ഏറെ പ്രത്യാശയും നിന്റെ കരം പിടിച്ച് പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ വ്യത്യസ്ഥാനത്ത് ഞങ്ങളും എത്തും വരെയും എൻ്റെ കരുണയുടെ കരങ്ങളിൽ ഞങ്ങളെ പരിപാലിക്കുന്നു. അഭിവൃദ്ധി തിരുമേനിക്കായി, അന്യ വൈദികർക്കായി, കടന്നു വന്ന ദൈവജനത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങളെ ഭാഗത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളെല്ലാവരെയും പ്രത്യാശ കാത്തു സൂക്ഷിക്കണം. മനസ്സ് മടുക്കാതെ, അധൈര്യപ്പെടാതെ, പ്രത്യാശ കൈവിടാതെ സൂക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. സകല ബുദ്ധിയേകവിനാ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും നനവുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ മാതൃക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. വെച്ചുള്ള രണ്ടാം ഭാഗം ശുശ്രൂഷയ്ക്ക് നിർവഹിച്ച പരമ്പരാസന അധ്യക്ഷനെ തുടങ്ങിയ വിദ്യാഭ്യാസങ്ങളുടെ മുഖ്യമായ സ്നേഹവും ആദരവും കടപ്പാടും അറിയിക്കുന്നു. വന്നിയ വികാരികളായ അച്ഛന്മാർ, സമ്മതിക്കുന്ന അച്ഛന്മാരുള്ള സ്നേഹം അറിയിക്കട്ടെ. സഭാ സെക്രട്ടറികളുടെ ഫിലിപ്പച്ചൻ നമ്മോടൊപ്പമുണ്ട്, സഭായിക ട്രസ്റ്റ് നമ്മോടൊപ്പമുണ്ട്. എല്ലാ അച്ഛന്മാരോടും നമ്മുടെ ഇതിനകത്തുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം രസിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കൂടുതലായിരിക്കുന്ന അലിഗാഡ് സെന്റ് തോമസ് ഇടവകയിൽ 1971 മുതൽ 74 വരെ ആ ഇടവകയുടെ ദേശത്തിൻ്റെ ഒരു പട്ടക്കാരനായി അനേകം ജനങ്ങളുടെ സ്നേഹനിർഭരമായ ശുശ്രൂഷ നിർവഹിച്ചു. പ്രിയപ്പെട്ട അച്ഛൻ നിത്യപിതാവിൻ്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നു. ആ പ്രദേശവും ആ ഇടവകയും അച്ഛൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖത്തിലാണ്. അയിരൂര് കുമ്പളനാനം സെൻറ് ജോൺസ് മാർത്തോമ ഇടവകയിലെ സെൻട്രൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ, അച്ഛനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, അച്ഛനെ ഏറ്റവും അധികം ഞങ്ങളെ സ്നേഹിച്ച കുറച്ച് പേര് ഞങ്ങൾക്കൂടെ വരുവാനായിട്ട് ദൈവം ഞങ്ങളെ അനുവദിച്ചു. കുമ്പളനാനം ഇടവകയിൽ
ബഹുമാനപ്പെട്ട അച്ഛൻ വികാരിയായിരിക്കുന്ന കാലം ഓർക്കുന്നു. അന്ന് യുവജന സംഘത്തിൻ്റെ ഒരു അംഗമായി പ്രവർത്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് യുവജന സംഘത്തിൻ്റെ ചില ഔദ്യോഗികമായ ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം ഓർക്കുന്നു. അന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ചില നിലപാടുകൾ ഇപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ സ്നേഹവും സന്ദേശവും തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അനുഭവിച്ചറിയണം. അതിൻ്റെ പേരും പെരുമയും എനിക്ക് ആവശ്യമില്ല എന്ന് ആഗ്രഹിച്ച ഒരു വലിയ വ്യക്തി. ഇടവകയിലെ ഒരു യുവജന സംഘാംഗത്തിന്റെ വീട്ടിൽ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജൻ ആ വീട്ടിൽ ചെന്ന് ഞാൻ ഈ തരുന്ന ഈ തുക ആരും അറിയണ്ട, ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് എത്രത്തോളം ഇത് സഹായിക്കുമോ അത് ചെയ്യണം. സമൂഹത്തിൽ ആരും ഇത് അറിയണമെന്നില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ സഹായിച്ച ആ വിദ്യാർത്ഥി ഇന്ന് സമൂഹത്തിലെ ഉന്നത നിലവാരം പുലർത്തുകയും ഇന്ന് അനേകരുടെ മുമ്പിൽ മാന്യമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെയുള്ള ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിന്റെ തേജസ് മുന്നിൽ ചുറ്റി വാക്കുകളായി തീർന്ന ഞങ്ങളുടെ ഇടവകയിലെ വിവിധ അനുഭവങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ട്. എങ്കിലും ചുരുക്കമായിട്ട് ഒരു വാക്കിൽ പറയട്ടെ, യേശു കർത്താവിന്റെ സ്നേഹം ഞങ്ങളുടെ ഇടവകയിൽ ധാരാളം അനുഭവിച്ച ദിനങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷക്കാലം. ഇടവക ദിനത്തിന് ഇടവകയുടെ കൂതാശയ്ക്ക് വന്നപ്പോൾ അടുത്തുകൊണ്ട് വളരെയധികം സ്നേഹത്തോടെ അച്ഛനും കൊച്ചുമയും സംസാരിച്ച കാര്യങ്ങൾ Oh